ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇത്ര നേരമായിട്ടും കാണാതിരുന്നപ്പോ ഇനി വരില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വാഷിംഗ്ടണിൽ നിന്നും പ്ലെയിൻ പുറപ്പെടാൻ വൈകി. ആഹാ, രാജ്മോൾ എപ്പോ വന്നു? എന്നിട്ടെന്താ ഉണ്ണിത്താൻ ഇന്നലെ ഫോൺ ചെയ്ത് പറയായിരുന്നത്? അങ്കിളൊരു സർപ്രൈസ് ആവട്ടെ എന്നവൾ പറഞ്ഞോണ്ടാ. ആട്ടെ, മോടെ എക്സാം കഴിഞ്ഞു. ഉണ്ണിത്താന്റെ മോൾ മിടുക്കിയാണ്. ഞാൻ മദ്രാസിൽ ചെല്ലുമ്പോഴൊക്കെ ഇവളുടെ പ്രിൻസിപ്പളിന് ഫോൺ ചെയ്യാറുണ്ട്. ഇവൾ കോളേജിലെ വലിയ സ്പോർട്സുകാരിയാണത്രേ. ഡിഗ്രി എടുത്താലും അങ്ങനെ ഉണ്ടെങ്കിലേ ഇക്കാലത്ത് അവിടെ രക്ഷയുള്ളൂ. ഏതായാലും ഈ വെക്കേഷന് മോൾ ഇങ്ങോട്ട് വന്ന് നന്നായി. വിശേഷിച്ചും ഇന്നത്തെ ദിവസം. ബാബുമോന്റെ 25ാമത്തെ പിറന്നാളാണെന്ന് ഡാഡി പറഞ്ഞു. അതുകൊണ്ട് എന്ത് തിരക്കുകളുണ്ടെങ്കിലും അങ്ങനെ അവിടെ എത്തുമെന്ന്. 20 വർഷങ്ങൾ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അഡ്വക്കേറ്റ് രവീന്ദ്രനെ വിളിച്ച് സാറ് വന്നതെന്ന് പറയട്ടെ. രവീന്ദ്രനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിൽ വന്നേനെ. സാരമില്ല. മദ്രാസ് സ്റ്റീൽ പ്ലാനിലെ റിപ്പോർട്ട് വന്നു. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എങ്കിലും സാറ് ഇടയ്ക്ക് അവിടെ പോയി നോക്കിയില്ലെങ്കിൽ. നോക്കാം. നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ ഡാഡി. അങ്കിളിന് ക്ഷീണം തുടങ്ങിയിട്ട് 10-15 വർഷമായില്ലേ മോളെ. എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബമാണ്. ഭാര്യ മരിച്ചതിന് ശേഷം ബാബുവിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. എവിടെ പോകുമ്പോൾ അവനെ കൊണ്ടേ പോകും. അങ്ങനെ ഒരു യാത്രക്കിടയിലാണ് ഇന്ത്യയിൽ വെച്ച് അവനെ കാണാതായത്. അന്ന് ബാബുവിന് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഏതോ ശത്രുക്കൾ തട്ടിയെടുത്താവണം. അവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹം കുറെ വർഷങ്ങൾ പോലീസിന്റെയും പട്ടാളത്തിന്റെയും പുറകെ അലഞ്ഞു. ഒരു കാര്യം ഉണ്ടായില്ല. സ്വത്തുക്കൾ കൈക്കലാക്കാൻ തന്നെ ആവണം. അല്ലാതെന്തിനാ? ബാബുവിന് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടാവണം. എന്നെങ്കിലും അവൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹം ഇന്നും ജീവിക്കുന്നത്. മോളെ അങ്ങോട്ട് ചെല്ല്. അങ്കിൾ വിഷമിച്ചിരിക്കുന്നു കണ്ടില്ലേ? അങ്കിളിന് ദേഷ്യം വന്നാലോ? ചിലപ്പോ ഞാൻ എന്ത് ചോദിച്ചാലും അങ്കിൾ ഒന്നും അതൊന്നും സാരമില്ല. മോൾ അടുത്തിരിക്കുമ്പോഴാണ് അങ്കിൾ ഒന്ന് ചിരിച്ചു കാണാറില്ല. അങ്ങോട്ടല്ലേ? പിന്നെ അങ്ങേരെന്തെങ്കിലും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ശല്യപ്പെടുത്താൻ പോണ്ട. ഇങ്ങോട്ട് പോരെ. ശരി ഡാഡി. കളിക്കാം. ഓക്കേ.
കളിക്കാൻ ഒരു മൂഡ് വരുന്നില്ല. അങ്കിൾ, നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ഗ്രേറ്റ് അഡ്വഞ്ചറിലോ ആക്ഷൻ പാർക്കിലോ എവിടെയെങ്കിലും. തിരിച്ചു വരുമ്പോഴേക്കും അങ്കിൾ ഫ്രഷ് ആയിരിക്കും. ഓക്കെ.
ഉണ്ണിത്താൻ വർമ്മ സാറിനെ വിളിക്കേ. സാറും രാജമോളും കൂടി നടക്കാൻ ഇറങ്ങിയതാ. എന്നിട്ട് വന്നില്ലേ? ഇല്ല, ഒരുപാട് പേരായി പോയിട്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാന്നല്ലാതെ മറ്റൊന്നും നമുക്കിന് ചെയ്യാനില്ല. ഒരാളെ പോലീസ് പിടിച്ച സ്ഥിതിക്ക് മറ്റുള്ളവരെ ഉടനെ പിടിക്കാൻ കഴിഞ്ഞേക്കും. ആരെ പിടിച്ചിരുന്ന കാര്യം പോയത് പോയില്ലേ. മരണം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അദ്ദേഹം തന്റെ മരണപത്രിക എന്നെ ഏൽപ്പിച്ചിരുന്നു. പെട്ടെന്ന് മരിച്ചു പോയാൽ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നിങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെവിടെയുണ്ട്? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കാം.